ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. NMMSന്റെ മെന്റൽ എബിലിറ്റിയിൽ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു വർഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ കുഴക്കിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു എ കോഡ് ലാംഗ്വേജ്, ഒരു കോഡ് ലാംഗ്വേജ് പ്രകാരം വേർഡ്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ കോളം 1 ആർ റിട്ടൺ ഇൻ സ്മോൾ ലെറ്റേഴ്സ് ഇൻ കോളം 2. ക്യാപിറ്റൽ കോളം 1 ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കുറേ വേർഡ്സ് ഉണ്ട്, കോളം 2 സ്മോൾ ലെറ്റേഴ്സിലും കുറേ വേർഡ്സ് ഉണ്ട്. ഇതിന്റെ കോഡാണ് ഈ തന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റേഴ്സ് ഇൻ കോളം 2 ഡു നോട്ട് അപ്പിയർ ഇൻ ദ സെയിം ഓർഡർ ആസ് ലെറ്റേഴ്സ് ഇൻ കോളം 1. കോളം 2 ലെറ്ററുകൾ കോളം 1 അതേ ഓർഡറിലല്ല വന്നിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഡീകോഡ് ദ ലാംഗ്വേജ് ആൻഡ് ചൂസ് ദ കറക്റ്റ് കോഡ് ഫോർ വേർഡ്സ് ഗിവൺ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വാക്കുകളുടെ കോഡ് കണ്ടെത്തണം. നമ്മളോട് കോഡ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാ? റേറ്റ് എന്നതിന്റെ കോഡ് കണ്ടെത്തണം, ട്രെയിൻ എന്നതിന്റെ കോഡ് കണ്ടെത്തണം, നാഷൻ എന്നതിന്റെ കോഡും കണ്ടെത്തണം. ഒരൊറ്റ ചോദ്യത്തിന് തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പറഞ്ഞിരിക്കുന്ന ചോദ്യം എത്ര ഉള്ളൂ? 2 കോളം തന്നിരിക്കുന്നുണ്ട്, കോളം 1 ആൻഡ് കോളം 2. ആൻഡ് ഇങ്ങനെ കൂടി പറഞ്ഞു, കോളം 1 കോഡാണ് ഇവിടെ ഉള്ളത്, കോളം 2 ഉള്ളത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോഡ് ഓർഡറിലല്ല ഉള്ളത്. വിച്ച് മീൻസ് ടി എന്ന് പറയുന്നതിന്റെ കോഡ് ഡി, ഇ എന്ന് പറയുന്നതിന്റെ കോഡ് ഡബ്ല്യു, എ എന്ന് പറയുന്നതിന്റെ കോഡ് ജെ, AR എന്ന് പറഞ്ഞതിന്റെ കോഡ് O. അങ്ങനെ ഒരു ഓർഡറിലല്ല ഉള്ളത് എന്നാ പറഞ്ഞത്. സാധാരണ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് എടുക്കും, പക്ഷെ അങ്ങനെ ഒരു ഓർഡറിലല്ല ഇവിടെ തൽക്കാലം എന്തുള്ളത്, ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, പകരം എന്താ സംഭവിച്ചിരിക്കുന്നത്? പകരം സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അഥവാ ടിയുടെ കോഡ് ഈ തന്നിരിക്കുന്ന 4 ആളിൽ ആരെങ്കിലും ഒരാളാവാം, ഇയുടെ കോഡ് ഈ തന്നത് 4 ആരെങ്കിലും ഒരാളാവാം, ഡിയുടെ കോഡ് ഈ തന്ന 4 ആരെങ്കിലും ഒരാൾ ആവാം. ആ രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സിന് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ നോക്കുകയാണ്, ഈ തന്നിരിക്കുന്നതിൽ ടി എവിടെ കണ്ട് നോക്കി. ടി ഇവിടെ കണ്ടോ? ഒരു ടി ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 2 സ്ഥലത്തും ടി ഉണ്ടെങ്കിൽ ടിയുടെ കോഡായ ലെറ്റർ ഏതാണോ അത് ഈ 2 സ്ഥലത്തും ഉണ്ടാവണ്ടേ. അപ്പം ഞാൻ ഈ 2 സ്ഥലത്തും നോക്കുകയാണ്, ടി 2 സ്ഥലത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ടീൻ്റെ കോഡ് ഉണ്ടാവണം. ഈ 2 സ്ഥലത്തും മാത്രം കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടോ? DWJO, JUGC. 2 സ്ഥലത്തും ആരുണ്ട്? ജെ ഉണ്ട്. 2 സ്ഥലത്തും ആരുണ്ട്? ജെ ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ടി ഉള്ള 2 സ്ഥലത്തും ആരുണ്ട്? ജെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ടിയുടെ കോഡ് ആരാണ്? ജെ ആണ്. സോ ഫസ്റ്റ് എനിക്ക് കിട്ടി ടിയുടെ കോഡ് ആരായിരിക്കും? ജെ ആയിരിക്കും. അടുത്തതായിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇയുടെ കോഡ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ എവിടെ കണ്ട് നോക്കി? ഈ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, 1, 4, 5. അപ്പോൾ 1, 4, 5 കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട് നോക്കാണ്? DWJO, VDGO, WODK. അപ്പൊ നോക്കടാ, OD ഉണ്ട്, ഇവിടെയും OD ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും OD ഉണ്ട്. അപ്പൊ ഇയുടെ കോഡ് ഒന്നെങ്കിൽ O വരാം അല്ലെങ്കിൽ D വരാം. കാരണം എന്താ? ഈ ഉള്ള എല്ലാ സ്ഥലത്തും O ഉണ്ട്, ഈ ഉള്ള എല്ലാ സ്ഥലത്തും ആരുണ്ട്? D ഉണ്ട്. അപ്പോൾ കൺഫ്യൂഷനായി. ആരെ സെലക്ട് ചെയ്യും? ഓനെ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ ഡിയെ സെലക്ട് ചെയ്യണോ? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കാണടാ, ഇവിടെ ഒരു O കൂടി ഉണ്ട്. കണ്ടോ? ഇവിടെ ഒരു O ഉണ്ട്. ആ O ഉള്ള സ്ഥലത്ത് ഇഫ് ഇയുടെ കോഡ് O ആയിരുന്നെങ്കിൽ, ഇവിടെ O ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ E വരണമായിരുന്നു. പക്ഷെ അവിടെ എന്തില്ല? ഈ O ഉള്ള സ്ഥലത്ത് ആരില്ല? E ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആരല്ല, O അല്ല കോഡ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് D. അപ്പൊ എനിക്ക് രണ്ടാമത് കിട്ടി. ഇയുടെ കോഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഡി ആയിരിക്കും. എന്താ ചെയ്ത് ഒന്നുകൂടി ആലോചിക്ക്. ഈ ഓയോ ഡിയോ ആരെങ്കിലും ഒരാൾ വരാം. പക്ഷെ നോക്കടാ, ഈ O ഒന്നുകൂടി എക്സ്ട്രാ ഒരു സ്ഥലത്തുകൂടി വരുന്നുണ്ട്. ആ O വരുന്ന സ്ഥലത്ത് E ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഇയുടെ കോഡ് ആരല്ല? O അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടി ഇയുടെ കോഡ് ആരായിരിക്കും? ഡി ആയിരിക്കും. നമുക്ക് കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ആരെ നോക്കാം? എ നോക്കാം. ഓക്കെ, എയുടെ കോഡ്. എവിടെയൊക്കെ ഉള്ളത് നോക്കടാ. ഫസ്റ്റിലും ലാസ്റ്റിലും മാത്രമാണ് എ ഉള്ളത്. ഫസ്റ്റത്തേലും ലാസ്റ്റത്തേലും മാത്രമാണ് എ ഉള്ളത്. അപ്പൊ ഞാൻ നോക്കണം, ഫസ്റ്റത്തേലും ലാസ്റ്റത്തേലും മാത്രമുള്ള ഏതെങ്കിലും ലെറ്റർ ഉണ്ടോ? WJO, WODK. അപ്പൊ എനിക്ക് കിട്ടി ഫസ്റ്റിലും ലാസ്റ്റിലും മാത്രമുള്ള ആളാരാണ്? W ആണ്.
ഫസ്റ്റിലും ലാസ്റ്റിലും മാത്രമുള്ള ആളാരാ W ആണ്, വേറെ എവിടെയും ഇല്ല. അപ്പൊ എനിക്ക് എഴുതാം എയുടെ കോഡ് ആരാ W ആണ്. ഇന്റെ കോഡ് D ആയിരുന്നു, എയുടെ കോഡ് എന്താ W. ആൻഡ് ലാസ്റ്റ് വൺ ഞാൻ ഇനി ആരുടെ കണ്ടുപിടിക്കുകയാണ്, ആറിന്റെ കോഡ് കണ്ടുപിടിക്കുകയാണ്. ആറ് എവിടെയൊക്കെ ഉണ്ട് നോക്കാണ്. ദേ ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്, അതുപോലെ ഇവിടെയും ഒരാറുണ്ട്. അപ്പൊ ഈ 4 സ്ഥലത്തും ആറുണ്ടെങ്കിൽ ഈ 4 സ്ഥലത്തുള്ള ലെറ്റർ ആയിരിക്കും ആര്, ഈ ആറിന്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കടാ, ഇവിടെ O ഉണ്ട്, ഇവിടെ O ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ O ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും O ഉണ്ട്. വിച്ച് മീൻസ് ആറുള്ള എല്ലാ സ്ഥലത്തും ആരുണ്ട്, O ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടി ആറുള്ള എല്ലാ സ്ഥലത്തും ആരുണ്ട്, O ഉണ്ട് എന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത ഇതാണ് ടിയുടെ കോഡ് എന്ത് വരണം, J വരണം. അടുത്തതായിട്ട് എന്ത് വരണം, ഇയുടെ കോഡ് D വരണം. അടുത്തായിട്ട് എന്ത് വരണം, എയുടെ കോഡ് W എന്ന് വരണം. അടുത്തായിട്ട് ആര് വരണം, ആറിന്റെ കോഡ് O എന്ന് വരണം. ആറിന്റെ കോഡ് O എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, റേറ്റ് എന്നതിന്റെ കോഡ് എഴുതാനാ പറഞ്ഞത്. ആറിന്റെ കോഡ് എന്താടാ, O ആണ്. ദെൻ എ എന്നതിന്റെ കോഡ് എന്താടാ, W ആണ്. ടിയുടെ കോഡ് എന്താടാ, ടിയുടെ കോഡ് തന്നിട്ടുണ്ട് J ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇയുടെ കോഡ് എന്താടാ, ഇയുടെ കോഡ് D ആണ്. സോ എനിക്ക് ആൻസർ കിട്ടി OWJD. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ദാറ്റ് ഈസ് OWJD. സിമ്പിൾ ആയിട്ട് കിട്ടി, OWJD എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെത് കണ്ടെത്തണം. ട്രെയിനിൻ്റെത് ഞാൻ ഫസ്റ്റ് ചെയ്താണ്, ടിയുടേത് എന്താ, J ആണ്. അപ്പൊ ഞാൻ ആദ്യം നോക്കി J കൊണ്ട് തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. എല്ലാ ഓപ്ഷനും J കൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ 6, അടുത്തത് ആറിന്റെ കോഡ് എന്താ തന്നിരിക്കുന്നത്, O ആണ് തന്നിരിക്കുന്നത്. അപ്പൊ O എഴുതി. അടുത്തതാരാ, എന്റെ കോഡ് എന്താ തന്നിരിക്കുന്നത്, W. സോ JOW തുടങ്ങുന്ന എത്രയോ ഓപ്ഷനുകൾ ഉണ്ട്. അടുത്ത എന്ത് ചെയ്യണം, ഐയുടെയും എന്നിന്റെയും കോഡ് കണ്ടെത്തണം. അത് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ എന്തില്ലായിരുന്നു, കണ്ടെത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഐയുടെ കോഡ് കണ്ടെത്താൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോ, ഞാൻ ഇവിടെ നോക്കുന്നു, ഐ എവിടെയാണുള്ളത്, ഐ എവിടെയാണുള്ളത് നോക്കിയാൽ എനിക്ക് കാണാം ഐ ഉള്ളത് ഇവിടെയും ഇവിടെയാണ് ഐ ഉള്ളത്. ഈ 2 സ്ഥലത്തും മാത്രമേ ഐ ഉള്ളെങ്കിൽ അതിന്റെ കോഡ് ഈ 2 സ്ഥലത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കടാ, ഈ 2 സ്ഥലത്തുള്ള ലെറ്റർ ആണ് ഐ. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്ഥലത്തും മാത്രമുള്ള ലെറ്റർ ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് കിട്ടി ഐയുടെ കോഡ് എന്തായിരിക്കും, C ആയിരിക്കും. ഐയുടെ കോഡ് എന്തായിരിക്കും, C ആയിരിക്കും. അപ്പൊ ഞാൻ നോക്കി JOWC കൊണ്ട് തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്, JOWC കൊണ്ട് തുടങ്ങുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, JOWCK എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഉത്തരം കിട്ടി. എങ്ങനെയാ ചെയ്യുന്നത് ഒന്നുകൂടി ആലോചിച്ചോ. ഓരോ സ്ഥലത്തും കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഏതൊക്കെ നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ N എന്ന് പറയുന്നതിന്റെ കോഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആൻഡ് ഈ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്തു.